ഒരേ കോണുകളോട് കൂടിയ രണ്ട് വ്യത്യസ്ത വലുപ്പത്തിലുള്ള ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാം. അതിൽ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ എ ബി സി എന്നെടുക്കാം. രണ്ട് ത്രികോണത്തിൻ്റെയും കോണുകൾ തുല്യമായതിനാൽ വലിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ മാറ്റത്തിൻ്റെ തോത് കെ ആണെങ്കിൽ എ കെ ബി കെ സി കെ എന്നായിരിക്കും എന്നർത്ഥം. എങ്കിൽ രണ്ട് ത്രികോണങ്ങളുടെയും മുകളിലെ മൂലയിൽ നിന്നും താഴത്തെ വശത്തേക്ക് നമുക്ക് ഓരോ ലംബങ്ങൾ വരയ്ക്കാം. രണ്ട് ത്രികോണങ്ങളിലും ഈ വരച്ചിരിക്കുന്ന ലംബത്തിൻ്റെ മുകൾ മൂലയിലെ ഇടതുഭാഗത്തുള്ള കോൺ എത്രയായിരിക്കും? 90 - x അല്ലേ? എങ്കിൽ രണ്ട് ത്രികോണങ്ങളുടെയും ഇടതുഭാഗത്തുള്ള മട്ടത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ അവയുടെ വശങ്ങളുടെ മാറ്റവും ഒരേ തോതിലാണ്. വശങ്ങളുടെ മാറ്റത്തിൻ്റെ തോത് കെ ആണല്ലോ. എങ്കിൽ ചെറിയ ത്രികോണത്തിൻ്റെ ലംബത്തിൻ്റെ നീളം എച്ച് ആണെങ്കിൽ വലിയ ത്രികോണത്തിൻ്റെ ലംബത്തിൻ്റെ നീളം എച്ച് കെ ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ ഒന്ന് കാണാം. ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1/2 × a × h, 1/2 AH. വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവോ 1/2 × AK × KH അഥവാ 1/2 K² AH. എങ്കിൽ രണ്ട് ത്രികോണത്തിൻ്റെയും പരപ്പളവുകളിലെ മാറ്റം എന്താണ്? 1:K². മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങളുടെ മാറ്റം ഒരേ തോതിലാണെങ്കിൽ പരപ്പളവുകളുടെ മാറ്റത്തിൻ്റെ തോത് വശങ്ങൾ മാറുന്ന തോതിൻ്റെ വർഗമാണ്.